ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയുണ്ടെന്ന് കാണാം. ഞാൻ രാവിലെ തന്നെ വെള്ളം എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റു, ബെഡ്ഷീറ്റൊന്നും മടക്കി വെച്ചിരുന്നു. കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. ട്രീറ്റ്മെൻറ്റൊക്കെ കാരണം ഭയങ്കര ക്ഷീണമായിരുന്നു. അതുകൊണ്ട് രാവിലെ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാൻ തോന്നിയില്ല. പോയി തലമുടി കെട്ടി ഫ്രഷപ്പായി നേരെ വെള്ളവും ഇത് കുപ്പിയും ഈ ഒരു പാത്രമുള്ളൂ കേട്ടോ, മറ്റേ ബോട്ടിലില്ല. അപ്പോൾ ഇത് എടുത്തുകൊണ്ട് ഇങ്ങനെ വരിക. വെള്ളം എടുക്കാൻ വന്നപ്പോഴാണ് എനിക്ക് ഏറ്റവും വിഷമമായിട്ടുള്ള ഒരു കാര്യം ഞാൻ കാണുന്നത്. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ, മാവ്. ഈ മാവിൽ നിറയെ മാങ്ങയുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഉപകാരവും ഇല്ല. കാരണം ഇത് പാട്ടം കൊടുത്ത മാവാന്നാണ് കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പാട്ടം കൊടുത്ത മാവാന്നൊക്കെ. ഇത് കണ്ട, ഇത് മാമ്പഴം. ഇത് ഇവിടെ, അതുപോലെ ഇവിടെ ആ ഭാഗത്തുണ്ട് കുറേ. പിന്നെ ഇതാ ഇവിടെ എല്ലാം കുറേ മാമ്പഴം കിടപ്പുണ്ട്. ഇതെല്ലാം വെറുതെ വേസ്റ്റായി പോകുന്നു. നമുക്കൊന്നും കിട്ടലില്ല ഇതിനകത്തുനിന്ന്. ഇനി വെള്ളം എടുക്കാൻ പോവാം. വവ്വാല് ചപ്പിയിടുന്ന മാമ്പഴമാണ് അതെല്ലാം. നമുക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ഒന്നും. ഇന്ന് വെള്ളത്തിന് ഭയങ്കര ചൂടാണ് കേട്ടോ. ആവി പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇത് നല്ല ആവിയുണ്ട്. വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വാർഡിലേക്ക് പോവാം. എന്നാൽ ഈ മാമ്പഴം ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നത്. ഒരെണ്ണം പോലും കിട്ടുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമാകുന്നു. വെള്ളമെല്ലാം എടുത്ത് ഞാൻ കൊണ്ട് വെച്ച്. ബെഡ്ഷീറ്റ് കണ്ട ഫുള്ളായിട്ട് അലമ്പായിട്ട് കിടക്കാം. ഞാനൊന്നും കൃത്യമായിട്ട് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമുക്കിത് നേരെ വെക്കാം. പിന്നെ ഇവിടുത്തെ ചാനൽ തുറന്നിടാം. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടുത്തെ ചാനൽ തുറന്നിടാറുണ്ട്. ഇതാ ചാനൽ തുറന്നാൽ അങ്ങോട്ടേക്കുള്ള കാഴ്ച ഇതൊക്കെയാണ്. ഇവിടുന്ന് നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലക്കല്ല് കാണാം കേട്ടോ. അതാണ് നമ്മുടെ അലക്കല്ല് നിൽക്കുന്നത്. ബെഡ്ഷീറ്റ് എല്ലാം തട്ടിക്കൊടുന്ന് നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ ബെഡ് നോക്കാം എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ നമുക്ക് പാലുണ്ടെന്ന്. നമുക്ക് പാല് വാങ്ങിച്ചിട്ട് വരാം. ഇതാണ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന പാല്. എല്ലാവർക്കും ഒരേ അളവിൽ തന്നെ ഒരു കപ്പിൽ അവരളന്നാണ് കേട്ടോ നമുക്ക് പാല് തരുന്നത്. പാലെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പാൽ എൻ്റെതല്ല കേട്ടോ. ഞാനത് അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ വാങ്ങിച്ചത്. ഒന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാനിന്ന് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ച് അവർക്ക് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തുറന്ന ജനൽ ദേ ആ കാണുന്നതാണ്. അയ്യോ, ആ കാണുന്നതല്ല, മാറിപ്പോയി. ദേ ഇത് എനിക്ക് തെറ്റിപ്പോയി. അവിടെ നമ്മൾ നോക്കിയപ്പോഴാണ് ഈ അലക്കല്ല് കണ്ടത്. അവിടെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി ഒന്ന് നടക്കാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. നേരത്തെ അവിടെ എന്നെ ഭയങ്കരമായിട്ട് കൊതിപ്പിച്ചത് അവിടുത്തെ മാമ്പഴമാണെങ്കിൽ ഇവിടെ ദേ കിടക്കുന്ന പപ്പായ. പപ്പായ കാണുന്നുണ്ടോ? അവിടെ പപ്പായ ഉണ്ട്. ഇതിലൂടെ നമുക്കിങ്ങനെ കയറാം കേട്ടോ. ഇവിടെ ചെറിയൊരു വഴിയുണ്ട്. അതാ പപ്പായ കിടക്കുന്നത്. പക്ഷെ കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. എനിക്ക് ഈ ഫോണിലാണെങ്കിൽ സൂം ചെയ്യാൻ പറ്റുന്നില്ല. അതെന്താ അങ്ങനെയെന്നറിയില്ല. സൂം ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ നോക്കിയായിരുന്നു. നമ്മൾ വൈകുന്നേരം നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് അത് ഇത് തന്നെയാണ് കേട്ടോ. ഞാൻ വെള്ളം എടുക്കാൻ വരുമ്പം ഇതുവഴി ഇറങ്ങും. ഇപ്പം ഞാൻ കറങ്ങി വന്നത് അതുവഴി. ഇവിടെ ക്ലീനിങ് സ്റ്റാഫൊക്കെ ഇപ്പോഴാണ് തോന്നുന്നു വരുന്നത്. ഇവരിവിടെ വൃത്തിയാക്കാൻ വേണ്ടി തുടങ്ങുന്നു. മാങ്ങയെല്ലാം ചീത്തയാന്ന് കിട്ടിയേക്കുന്നത്. ഒരു മാങ്ങ പോലും നല്ലതായിട്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസം അവർ വന്നിട്ട് പറിച്ചിട്ട് പോയെന്നാണ് നമ്മൾ അറിഞ്ഞത്. അത് പാട്ടം എടുത്ത ആൾക്കാർ വന്നിട്ട് പറിച്ചിട്ട് പോയി. ഇതാണ് നമ്മുടെ OP വിഭാഗം. തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി താലൂക്ക് ആയുർവേദ ആശുപത്രി, കൂവോട് തളിപ്പറമ്പ് എന്നാണ് കേട്ടോ ഇതറിയപ്പെടുന്നത്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഇത് പ്രവർത്തിക്കും. അതായത് ഡോക്ടർമാരുള്ള സമയമാണ് ഇവിടെ 9 മണി മുതൽ 2 മണി വരെ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം നിലവിൽ 2-3 ഡോക്ടർമാരാണ് ഉള്ളത്. ഈ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ വെരിക്കോസില്ലേ, വെരിക്കോസ്, പൈൽസ് അതെല്ലാം ചികിത്സിക്കുന്നുണ്ട് ഇവിടെ. ഇവിടെയാണ് ഞാനും ചേട്ടയും വന്ന സമയത്ത് നമ്മൾ ആദ്യം കാണിച്ചത്. ഇവിടെ നിന്ന് കാണിച്ചിട്ട് നേരെ നമ്മളെ അഡ്മിറ്റാക്കി. അവിടെ കാണുന്ന ആ ഒരു സ്ഥലമല്ലേ, അവിടെയാണ് നമ്മൾ ചീട്ടെല്ലാം എടുക്കുന്നത്. നമ്മൾ
അവിടെയാണ് ആദ്യം വന്നിട്ട് അവിടെ നിന്നിട്ട് നമ്മൾ ഷീട്ടെല്ലാം എടുത്ത് എന്നിട്ട് നേരെ ഇവിടേക്ക് വന്ന് ഡോക്ടറിനെ കാണിച്ചപ്പോഴത്തേക്ക് അഡ്മിറ്റ് എന്ന് പറഞ്ഞ് നേരെ ഞാനെപ്പോഴും വരാനുള്ള ഈ ഒരു വഴിയില്ലേ അതിൽ കൂടി കയറി അഡ്മിറ്റ് ആകാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. അങ്ങനെയാണ് നമ്മൾ അഡ്മിഷന് വേണ്ടിയിട്ട് അവിടെ കയറുന്നത് തന്നെ. ഇതിവിടെയുള്ള ഓരോരോ ചെടികളൊക്കെ, ഇവിടെ കുറേ ഔഷധ ചെടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യം ഇതിന് ഒരു പേരെല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന് പേരൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ചിലതിൻ്റെ എല്ലാം പേരറിയാം, ബാക്കി ചിലതിൻ്റെ ഒന്നും പേരങ്ങനെ കിട്ടുന്നില്ല. ഇപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത്. ഞാൻ നേരത്തെ പപ്പായ ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ച സ്ഥലമില്ലേ, അവിടെ ഒരു മൂർക്കം പാമ്പുണ്ടെന്ന്. ഞെട്ടിപ്പോയില്ലേ. ഇപ്പോൾ അല്ലേ ഞാൻ അവിടെ വന്നത്. പപ്പായ കാണിച്ച് മേലോട്ട് നോക്കി വന്ന സമയത്ത് ആ പാമ്പങ്ങനെ എന്നെ കണ്ടായിരുന്നെങ്കിൽ എൻ്റെ കാര്യം ഇവിടെ നിന്ന് തന്നെ തീരുമാനമായേനെ. ഞാൻ നോക്കട്ടെ. പാമ്പിനെ കാണാമല്ലോ എന്ന് എഴുതിയിട്ട് ഓടി വന്നത്. പക്ഷേ ഇവിടെ പാമ്പൊന്നുമില്ല. നമ്മൾ നേരത്തെ ഇത് വഴിയാണ് പോയത്. എന്തായാലും ഇനി നമുക്കിവിടെ നിൽക്കണ്ട, നമുക്ക് നമ്മുടെ ബെഡിലേക്ക് തന്നെ പോകാം. മൂർഖൻ പാമ്പാണെന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് അധിക നേരം ഇവിടെ ചുറ്റിക്കറങ്ങിയാൽ പണി കിട്ടുമോ എന്നൊരു സംശയം. എനിക്കങ്ങനെ പാമ്പിനെയൊന്നും പേടിയില്ല, എന്നാലും അതല്ലല്ലോ. നടത്തമെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്നപ്പോഴത്തേക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് റവ കാച്ചിയതാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്കത് വാങ്ങിച്ചിട്ട് വരാം. റവ കാച്ചിയത് വാങ്ങിച്ചപ്പോൾ ഞാൻ ബെഡിൽ കൊണ്ട് വെച്ചു. ഫോൺ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടായിരുന്നു. എനിക്ക് ഫോണും ഇതും എല്ലാം കൂടി പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവർ നമുക്ക് 2-3 തവേ തരും, നിറച്ചുണ്ട് ഇത്. റവ കാച്ചിയത് ഞാനിവിടെ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപ്പൊഴിച്ചിട്ട് വെറുതെ കുടിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അച്ചാർ ഞാൻ എല്ലാത്തിനും കൂടെയും കൂട്ടുമല്ലോ, അച്ചാർ ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാറുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് ആൾക്കാർ, ഇവിടെയുള്ള പേഷ്യൻസ് എല്ലാവരും കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാലുണ്ടല്ലോ രാവിലെ കിട്ടുന്നത്, അതൊഴിച്ചിട്ട് അതിനൂടെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കുടിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. ഇന്ന് മുതൽ എനിക്ക് പുതിയ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം. ട്രീറ്റ്മെൻറ്റിൻ്റെ പേര് ഉദ്വർത്തനം എന്നാണ്. അതുകൊണ്ട് കുറേ ചൂർണ്ണം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ചൂർണ്ണങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു കേട്ടോ. ഇത് ബാലൻസ് എന്ന പൊടിയാണ്. ഇനിയും എടുക്കാനായിട്ട് ഇതാ കുറച്ച് പൊടി കൂടി ഞാൻ നേരത്തെ കാണിച്ചതിലുള്ളത് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് പിന്നെ തുണിയെല്ലാം ഇന്നൊന്ന് നേരത്തെ അലക്കണമെന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഭയങ്കര മഴ വരും. ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തുള്ളൂ. അപ്പോഴത്തേക്ക് തുണി അലക്കിയിടാമല്ലോ എന്ന് കരുതി. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല മഴയായിരിക്കുമല്ലോ. അതുകൊണ്ട് വെയിലുള്ള സമയത്തിന് അലക്കിയിടുവാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിയെടുക്കാം. അതുകൊണ്ട് തുണി അലക്കാൻ വേണ്ടി വന്നേക്കും. തുണി അലക്കലെല്ലാം കഴിഞ്ഞ് കിടക്കാമെന്ന് എഴുതി വന്നപ്പോഴാണ് കഞ്ഞി വന്നത്. അപ്പോൾ കഞ്ഞി വാങ്ങിച്ചു. ഞാൻ പയറ് കഴിച്ചുകൊണ്ടിരിക്കുക. ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് കുറേ നേരം ഞാൻ റെസ്റ്റ് ചെയ്തു. പിന്നെ ഇപ്പോൾ വെള്ളം എടുക്കാൻ പോയിട്ട് വന്നു കേട്ടോ. വെള്ളം എടുക്കാൻ പോയ സമയത്ത് എൻ്റെ അടുത്ത് 2-3 പാത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഇതിലൂടെ വെറുതെ നടക്കുന്നത്. നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ. കുറേ നേരം അവരുമായിട്ടെല്ലാം ഇരുന്ന് സംസാരിച്ച്, അവിടെ നമുക്കിരിക്കാൻ ചെയറുണ്ടല്ലോ, അവിടെ ഇരുന്ന് സംസാരിച്ച്. അതുകൊണ്ട് പിന്നെ എല്ലാവരും ഉള്ളിൽ കയറിപ്പോയി. കാരണം ഭയങ്കര തണുത്ത കാറ്റും അതുപോലെ ഇവിടെ ഭയങ്കര മഴമൂടലും അങ്ങനെയൊക്കെ കണ്ടു. പിന്നെ ഭയങ്കര തണുപ്പ് കൂടിയപ്പോൾ എല്ലാവരും കയറി അകത്ത് പോയി. അപ്പോൾ ഞാൻ കുറച്ച് നേരം നടക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കൂടി കുറേ നേരം നടന്നു കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഞാൻ ചേട്ടയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ ചെയ്ത് ഇതിലൂടെ ഒരു 1/4 മണിക്കൂർ നേരം നടന്നു. നല്ല തണുത്ത കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഭയങ്കര ഇടിയും അതുപോലെ മഴ എന്തായാലും പെയ്യും എന്നുള്ള രീതിക്ക് ഭയങ്കരമായിട്ട് കാറ്റും ഭയങ്കരമായിട്ട് മേഘമെല്ലാം ഇരുണ്ടുകൂടി അങ്ങനെയെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. മഴ പെയ്യുന്നതന്നെയാണ് കരുതിയത്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും കാണുന്നില്ല. തണുത്ത കാറ്റിങ്ങനെ വീശുന്നുണ്ട്, അല്ലാണ്ട് വേറെ ഇടിയോ അല്ലെങ്കിൽ ഭയങ്കര ആയിട്ടൊന്നും അങ്ങനെ തോന്നുന്നില്ല. അപ്പോൾ ഇനി രാത്രിക്കറിയാം മഴ പെയ്യോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും ഇത്രയും നേരം നടന്ന് സന്ധ്യ പറയും. ഇവിടുത്തെ ഗ്രില്ലെല്ലാം അടയ്ക്കാനായിട്ട് ടൈമായി. അപ്പം നമുക്കിനി വാർഡിനുള്ളിലേക്ക് കയറാം. പിന്നെ കുറേ പേഷ്യൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വാർഡിൽ കൂടെ നടക്കുന്ന സമയത്ത് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. നടക്കുന്ന ആ ഒരു ഇതിലൊക്കെ ഞാൻ അങ്ങനെ ക്യാമറ എല്ലാം കൊണ്ടുപോകലുണ്ടായിരുന്നു. ഇപ്പം അതും പറ്റില്ല. കാരണം എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും സംസാരവും അങ്ങനെയൊക്കെ ആയിരിക്കും.
പിന്നെ ഞാനിവിടെ രാത്രിക്ക് നടക്കുന്ന ഈ ഒരു സ്ഥലം ഇതാണിപ്പം ക്യാമറ എല്ലാം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലം മാത്രം. ഇവിടുത്തെ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇനി നമുക്ക് രാത്രിക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് കാണാം. രാത്രിയിലെ ഫുഡ് കഞ്ഞിയും പയറും തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് വെറൈറ്റി ഫുഡൊന്നും ഇല്ല. ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, അപ്പോൾ ഇവിടെ കഞ്ഞിയും പയറും അതൊക്കെയാണ് ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ അത് തന്നെയാണ് കൊടുക്കുന്നത്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് നമ്മളെ കഞ്ഞിയും പയറും തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വേസ്റ്റ് വന്നിട്ടുണ്ട്, ഇനി അതെടുത്ത് കളയണം. പാത്രം കഴുകാനായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ. അപ്പം നമുക്ക് പാത്രമെല്ലാം കഴുകി കഴിഞ്ഞിട്ട് ഇനി ഒരു 2 റൗണ്ടും കൂടി ഇതിലൂടെ നടക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കയറിക്കരുമാവ് കാണാം. നമ്മൾ പാത്രമെല്ലാം കഴുകി കഴിഞ്ഞു. കുറച്ച് നേരം ഇതിലൂടെ എല്ലാം ഒന്ന് നടക്കാമെന്ന് കരുതിയതാണ് കേട്ടോ. പക്ഷേ ബെഡ്ഷീറ്റെല്ലാം നേരെയാക്കി വന്നപ്പോഴത്തേക്കും ഉറക്കം അങ്ങ് വന്നു. കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 9 മണിയായി. എല്ലാവരും കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഹോസ്പിറ്റലിലെ ഒരു ദിവസം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.